വേഗം ഇൻസുലിൻ എടുക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒക്കെ അസുഖക്കാരായി മാറി, ആരോഗ്യമില്ല. നോമ്പ് അനുഷ്ഠിക്കാൻ തന്നെ നബി തങ്ങൾ പറഞ്ഞതെന്തിനാ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമൂ തസിഹൂ, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണേ സ്വഹാബ, ആരോഗ്യമുള്ളവരാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കൊഴുപ്പ് എല്ലാം കുറയണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. മാസത്തിൽ ഒരു 3 നോമ്പെങ്കിലും നമ്മൾ അനുഷ്ഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചെയ്താൽ കൂലി കിട്ടുന്ന ഒരു മതം വിശുദ്ധ ഇസ്ലാമേ ഉള്ളൂ. ബാക്കി എല്ലാ മതത്തിലും അവൻ ഡയറ്റാണെന്ന് പറയുള്ളൂ. നമ്മൾ നോമ്പായിട്ട് അത് നിയ്യത്ത് ചെയ്താൽ അൽഹംദുലില്ലാഹ് അതിന് കൂലി കൂടി കിട്ടാൻ, പ്രതിഫലം കൂടി കിട്ടാൻ. ഇപ്പൊ എത്രയോ ചെറുപ്പക്കാരുണ്ട് ഡയറ്റ് ചെയ്യുന്നവർ, എത്രയോ ഉമ്മമാരുണ്ട് ഡയറ്റ് ചെയ്യുന്നവർ. അവരത് നിയ്യത്ത് വെച്ചിട്ടൊരു നോമ്പ് കൂടി അങ്ങ് പിടിച്ചാൽ അൽഹംദുലില്ലാഹ് ഡയറ്റിങ്ങുമായി അതോടൊപ്പം തന്നെ അവരുടെ നിയ്യത്ത് പ്രകാരം തന്നെ അൽഹംദുലില്ലാഹ് നോമ്പ് കൂടി കിട്ടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളണേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാനിന്റെ 15ന്റെ രാവും അതിന്റെ പകലും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രായമുള്ളതാകുന്ന ആളുകൾ, അതുപോലെ തന്നെ രോഗികളായ ആളുകൾ, അത്തരത്തിലുള്ളതാകുന്ന ആളുകളൊക്കെ നോമ്പ് പിടിച്ചു വീട്ടാതെ നീട്ടി പോകുന്നതായ ആളുകളുണ്ട്. അവരും ഈ പറഞ്ഞതാകുന്ന വിഷയം ശ്രദ്ധിക്കണം. റമദാനിന് മുമ്പ് പിടിച്ചു വീട്ടാൻ സാധിക്കുമെങ്കിൽ വീട്ടണം. റമദാൻ കഴിഞ്ഞു പോയാൽ ഓരോ നോമ്പ് പിന്നീട് വീട്ടുന്നതിനോടൊപ്പം എന്തുകൂടി വേണം? ഓരോ മുദ്ദുകൂടി വേണം. രോഗികളായ ആളുകളുണ്ടാവും ഈ മജ്‌ലിസിൽ, പ്രായം കൊണ്ട് ബുദ്ധിമുട്ടാണ്, റമദാനിലെ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണ്? ആ റമദാനിലേതാകുന്ന 30 ദിവസം കണക്കാക്കി ഓരോ ദിവസത്തിനും 800 മില്ലിലിറ്റർ വീതം കണക്കാക്കിയിട്ട് അരി എടുത്തു കൊടുക്കണം. ഒരു ചാക്ക് അരി അങ്ങ് എടുക്കുക, റാഹത്തായി. 10-25 കിലോ ഉണ്ടെങ്കിൽ റാഹത്തായി. ഒരു 25 കിലോയുടെ ചാക്ക് എടുത്ത് അരി എടുത്തിട്ട് എന്ത് ചെയ്യാ? റാഹത്തായിട്ട് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക. ആ അരി ഒന്നായിട്ട് എടുത്ത് വെച്ചിട്ട് നിയ്യത്ത് ചെയ്താൽ മതി. ഇതെന്റെ റമദാനിലെ നോമ്പ് പിടിക്കാൻ പറ്റാത്തതിന്റെ ഫിദിയാണ്, പ്രായശ്ചിത്തമായിട്ട് നൽകുകയാണ് എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്തിട്ട് അത് കൊടുക്കാം. പ്രായമുള്ള ആളുകളാണെങ്കിൽ നോമ്പ് പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതുപോലെ രോഗാതുരമാകുന്ന അവസ്ഥയിൽ കിടക്കുന്ന ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. തിരിച്ചൊരിക്കലും അവർക്ക് തിരിച്ചാ രോഗം ശമനം വരുമെന്നോ പ്രായാധിക്യം കൊണ്ടുള്ളതാകുന്ന ബുദ്ധിമുട്ട് മാറുമെന്നോ ഒരിക്കലും അവർക്ക് പ്രതീക്ഷയില്ല. അങ്ങനത്തെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവന് ചിന്തിക്കുക, നല്ലതുപോലെ മനസ്സിലാക്കി ഈ രാവുകളെ നല്ലതുപോലെ ദിവസത്തതാക്കിയാൽ അവന് ദുനിയാവിലും വിജയം കിട്ടും, ആഖിറത്തിലും വിജയം കിട്ടും. നല്ല ദുആഇന് ഇജാബത്തുള്ള രാവാണ്. നിങ്ങൾ ആ ദുആഇൽ ഉൾപ്പെടുത്തണം. ഈ വിനീതനെയും കുടുംബത്തെയും ലോക മുസ്ലിമീങ്ങൾ ഉൾപ്പെടുത്തണം. എത്രയോ വിഷയങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു. അതിലൊക്കെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ശരിക്കും ദുആ ചെയ്യണം. ഓരോന്നും എണ്ണി പറഞ്ഞ് ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ ചിലർക്ക് അറിയില്ല എന്നാണ് പരാതി. എത്രയോ മണിക്കൂറുകളാണ് നമ്മൾ വർത്തമാനം പറയുന്നത് സഹോദരങ്ങൾ. നമ്മുടെ ഓരോ ഉദ്ദേശങ്ങൾ ഒരു പേപ്പറും പേന എടുത്ത് എഴുതിയിട്. ദ്വാരക്കാൻ അറിയാത്തവരോടായി പറയും. എന്നിട്ട് അത് വായിച്ച് ദ്വാരക്കും ഓരോ വിഷയങ്ങളും. നിങ്ങൾക്ക് അല്ലാതിരിക്കുമ്പോൾ ഓർമ്മ വരും. ആ ഓർമ്മ വരുന്നത് മുഴുവൻ ഒരു ഡയറിയിലോട്ട് എഴുതി വെക്കും. മക്കളുടെ വിഷയം, അവരുടെ പരീക്ഷയുടെ വിഷയം, രോഗത്തിന്റെ വിഷയം, നിങ്ങളുടേതാകുന്ന വ്യക്തിപരമായ ഒരു വിഷയം, ഭർത്താവിന്റെ വിഷയം, അതെല്ലാം ഇങ്ങനെ എഴുതിയിട്ടിട്ട് അത് വായിച്ചിങ്ങനെ ദ്വാരക്ക്. ചിലപ്പോൾ ദ്വാരക്ക് സമയത്ത് ഇതൊന്നും ഓർമ്മ വന്നോണമെന്നില്ല, ഒരു പരാതിയാണ് നിങ്ങൾക്ക്. എങ്കിൽ ഇതിങ്ങനെ എഴുതിയിട്ടാല് എപ്പോ ദ്വാരനാലും ആ ലിസ്റ്റ് ഇങ്ങനെ മുന്നിൽ വെക്കുക. ദ്വാരക്ക് നമ്മൾ വീട്ടിലല്ലേ ചെയ്യുന്നത്. നമ്മൾ അല്ലാഹു തആല നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാവുന്നതാണ്. ഞാനിത് പറയുന്നത് എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരൊറ്റ ദുആ കൂടി കൊണ്ടുവരണം. അല്ലാഹുവേ, നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ഖൈർ ബറകാത്തുകൾ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ നാഥാ. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെല്ലാം ശുറൂർ ഫസാദുകളെ തൊട്ട് നിന്നോട് കാവൽ തേടിയിട്ടുണ്ടോ അതിനെ തൊട്ടെല്ലാം കാവൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥാ. എല്ലാം ഉൾപ്പെട്ടു അതിൽ. കാരണം നബിതങ്ങൾ ചോദിക്കാത്ത ഖൈറുകളില്ല, ബറകാത്തുകളില്ല. നബിതങ്ങൾ കാവൽ തേടാത്ത ശുറൂർ ഫസാദുകളില്ല.
ആ ദുആ കൂടി കൊണ്ടുവന്നിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ദുആ ചെയ്യ. ദുആ തുടങ്ങുമ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എപ്പോൾ ദുആ തുടങ്ങിയാലും അങ്ങനെ വേണം. ഇതൊന്നും വെറുതെ കാട്ടിക്കൂട്ടുന്നതല്ല, ഇതിനൊക്കെ അസ്ലുണ്ട്. ഹംദ് കൊണ്ട് ആരെങ്കിലും ആരംഭിച്ചാൽ തീർച്ചയായും അത് ബറക്കത്തുള്ളതായി മാറും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം ദ്വാരക്കാൻ. ഹംദിനോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഏത് സ്വലാത്തും, ഇബ്രാഹിമിയ സ്വലാത്ത് നിനക്കറിയാവുന്നത് അത് ദുആ ചെയ്യും. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ്. ദുആ അവസാനിപ്പിക്കുമ്പോഴും വീണ്ടും നീ എന്ത് ചെയ്യാൻ? ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ ദുആഇന് ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖിബിലക്ക് അഭിമുഖമായിരിക്കണം. തല മറച്ച്, ശരീരത്തിന്റെ നഗ്നതകൾ മറച്ച്, ഔറത്ത് മറച്ച്, വുളൂഓടുകൂടി നല്ല വൃത്തിയായ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യും. വെറുതെ കാട്ടിക്കൂട്ടുകയല്ല. പള്ളിയിലൊക്കെ നിസ്കാരം കഴിഞ്ഞ് ധൃതി പിടിച്ചു പോകാതെ 2 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് ദുആ ചെയ്തു നോക്കിയേ. നിങ്ങളൊന്ന് ദുആ, നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു ഭാരമാണ് നിങ്ങൾ ഇറക്കി വെക്കുന്നത്. ശരിക്കും ദുആ ചെയ്യാം. ഇന്നത്തെ തലമുറയിൽ ആൺമക്കളുമില്ല പെൺമക്കളുമില്ല ദുആ ചെയ്യുന്നവർ, വാപ്പമാരുമില്ല ഉമ്മമാരുമില്ല ദുആ ചെയ്യുന്നവർ. എല്ലാം ധൃതിക്കാരാ. നിസ്കാരം കഴിഞ്ഞ് ഇമാം സലാമിട്ട് ഉടനെ എല്ലാവരും എഴുന്നേറ്റ് പോകാൻ. അത് അങ്ങനെ എഴുന്നേറ്റ് പോകണം നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. നമ്മൾ അവിടെ ഇരിക്കുന്നു. 2 മിനിറ്റ് കൂടി ഇരുന്നിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യം ഒരുപാട് ചോദിക്കാനുണ്ട്. അതവിടെ ഇരുന്ന് ചോദിക്കാൻ ആര് നിങ്ങളെ കളിയാക്കുകയോ ഒന്നും ചെയ്യൂല. അള്ളാഹിന്റെ പള്ളിയിൽ വന്നിരിക്കാൻ, ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടി ഇരിക്കാൻ, ഖിബിലക്ക് അഭിമുഖമായി ഇതുപോലൊരു അവസരം കിട്ടൂല. കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന രോഗികളായ ആളുകൾ ആയിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കിടക്കയിലാണ് അവരിപ്പോ. മുമ്പ് ഇതേപോലെ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയവരാ, ഇന്ന് രോഗശയ്യയിലാണ്, കിടപ്പിലാണ്. അവർക്കൊന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി അവർ കൊതിക്കാൻ, മലമൂത്ര വിസർജനം കിടക്കയിൽ കിടന്നുകൊണ്ട് നടത്തുന്നവരായി അള്ളാഹുവരെ പരീക്ഷിക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിപത്തുകൾ വരുന്നതിന് മുമ്പ് നിന്റേതാകുന്ന ഈ ചെറുപ്പകാലഘട്ടം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. عن أسامة بن زيد رضي الله تعالى عنه قال سألت النبي صلى الله عليه وسلم. أسامة بن زيد رضي الله عنه പറയുകയാണ്, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, ലം അറക തസൂമ ശഹറൻ മിന ശുഹൂരി മാ തസൂമ മിൻ ശഅബാൻ. പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ മാസം, റമദാൻ കഴിഞ്ഞാൽ ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ ഒരു ദിനവും നോമ്പനുഷ്ഠിക്കുന്നതായി കണ്ടിട്ടില്ലല്ലോ ഹബീബേ. ലം അറക തസൂമ ശഹറൻ മിന ശുഹൂരി മാ തസൂമ മിൻ ശഅബാൻ. നബിയേ തങ്ങളെ ഇന്നവരെ ദർശിച്ചിട്ടുള്ള റസൂലേ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം നോമ്പ് നോക്കുന്നത് ഒരു മാസവും നോമ്പ് നോക്കുന്നത് കണ്ടിട്ടില്ലല്ലോ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ഉസാമ ذلك الشهر يغفل الناس بين رجب ورمضان. പുണ്യമാക്കപ്പെട്ടതായ റജബ് മാസത്തിന്റെയും പവിത്രമായ റമദാൻ മാസത്തിന്റെയും ഇടയിലുള്ള ഈ ശഅബാനിനെ പലരും അശ്രദ്ധ വെക്കാറുണ്ട് സഹാബ, പലരും അവഗണിച്ചു പോകാറുണ്ട് സഹാബ. അവഗണിച്ചു പോകുന്ന മാസമാണ്, അശ്രദ്ധ വെക്കുന്നതായ മാസമാണ്. ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന ഈ മാസത്തെ അശ്രദ്ധ വെക്കരുതേ, ചെയ്താൽ നന്മയുണ്ട്, ചെയ്താൽ കൂലിയുണ്ട് എന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുണ്യമാക്കപ്പെട്ടതായ ശഅബാൻ മാസം കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? റജബ് മാസം ശ്രേഷ്ഠതയുള്ള മാസമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, റമദാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിക്കൽ പിന്നെ ഏറ്റവും പുണ്യമുള്ള മാസം ഏതാണ്? ഓർമ്മയുണ്ട? റജബ് അവാർഡ് കൊടുക്കാം. ഏതാണ്? മുഹറം. മാഷാ അല്ലാഹ്. ആരാ പറഞ്ഞത്? ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പടിച്ച കൂലിയുള്ള മാസം ഏതാ? മുഹറം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മാസങ്ങൾ ഏതാ? ദുൽഖഅദ, ദുൽഹിജ്ജ, പവിത്രമായ റജബ് മാസം. പിന്നെ ആ 3 മാസങ്ങളും ഒരേപോലെയാണ്.
പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് നോമ്പനുഷ്ഠിക്കലുള്ള മാസമാണ് ഏത്? പറയും, ശഅബാൻ മാസം. അത് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശുദ്ധമായ റജബ് മാസവും ശ്രേഷ്ഠതയുള്ള മാസമാണ്, റമദാനും ശ്രേഷ്ഠതയുള്ള മാസമാണ്. ഇത് രണ്ടിനും ഇടയിൽ വന്ന മാസമാണ് ഏത്? ശഅബാൻ മാസം. ഈ ശഅബാനിൽ പലരും നോമ്പൊന്നും പിടിക്കാതെ ഇബാദത്തൊന്നും എടുക്കാതെ അശ്രദ്ധ വെക്കാറുണ്ട്. അശ്രദ്ധ വെക്കുന്ന മാസമാണ്, ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണിത്. പക്ഷെ ഈ മാസം വളരെ മഹത്തമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസത്തിൽ നോമ്പ് അധികമായി പിടിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് അമീൻ എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നില്ല തേവലക്കര അമീൻ. അറിയത്തില്ലേ? അറിയില്ല? ഇപ്പൊ പഠിച്ചോളൂ എന്ന് പറയും. നല്ല സംഘാടകനാണ്, അതുപോലെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയ വലിയ വ്യക്തിയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ?